നമസ്കാരം, ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ഒരു ഹോം തിയേറ്ററിനെ കുറിച്ചാണ്. ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ പ്രൊജക്ടറും സ്ക്രീനും ഒന്നല്ല, പകരം ടി വി ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഹോം തിയേറ്റർ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രൊജക്ടറും സ്ക്രീനൊക്കെ വെച്ച് നമുക്ക് തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ റൂമിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് നമ്മൾ ഒഴിവാക്കി. ഇപ്പോൾ ഞാൻ ടി വി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, വളരെ ഞാനതിൽ സംതൃപ്തനാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അപ്പോൾ ആ ഹോം തിയേറ്ററിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ ഈ തിയേറ്ററുകളോടൊക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളതാണ് ആളാണ്. അപ്പോൾ കുറച്ച് ബിക്കോളൊക്കെ ഉണ്ട്, പക്ഷേ ഒക്കെ ക്ഷമിക്കുക. ചാനൽ ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ മഴയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ വീഡിയോ അതിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരിക്കണം, ഇപ്പോൾ കാണിച്ചു തരാം ഹോം തിയേറ്റർ. പിന്നെന്താ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സിനിമ കാണുന്നതിനേക്കാളും കൂടുതൽ തിയേറ്ററിൻ്റെ ആ സൗണ്ട് എഫക്റ്റും പിക്ചർ ക്ലാരിറ്റിക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ്. അങ്ങനത്തെ ഒരു സിനിമ തിയേറ്റർ പ്രാന്തനാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ നല്ല സൗണ്ട് വേണം, നല്ല എഫക്റ്റിൽ വേണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എന്നെ കൊണ്ടാവുന്ന ഒരു ഇത് ഇപ്പോൾ ഈ ഇതിൽ നല്ല ഞാനൊരു ഹാപ്പിയാണ്. പിന്നെന്താ പറയുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, മുമ്പ് ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കി, പ്രൊജക്ടറും സ്ക്രീനൊക്കെ വെച്ച് നോക്കി നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഹോം തിയേറ്ററൊക്കെ ചെയ്ത് കൊടുക്കണ്ടല്ലോ ഇപ്പോഴത്തെ നല്ല രസത്തിൽ. അപ്പോൾ അവരൊക്കെ വന്ന് നോക്കി, പക്ഷേ കാശ് ചിലവുണ്ട് അതിന് കുറൊക്കെ. അപ്പോൾ ആദ്യത്തിലൊരു പ്രശ്നമാണ്. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്ക്രീൻ വെച്ചാൽ ശരിയാവില്ല. ഞാനൊരു പ്രൊജക്ടറൊക്കെ ഓൺലൈനിൽ നിന്ന് മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, സ്ക്രീനൊക്കെ വെച്ച് നോക്കി. പക്ഷേ നമ്മുടെ റൂമിലത് ശരിയാവണില്ല. അതായത് ഹാളിൽ അവരുടെ സ്ക്രീനിൻ്റെ ഭാഗത്ത് ജനലിലേക്കാണ് വരുന്നത്. പിന്നെ സ്ക്രീനും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഹാളിൻ്റെ ഒരു സൗകര്യം നമുക്ക് ചിലപ്പോൾ പോയി കിട്ടും എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് പകരം ടി വി കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ കുറച്ച് വലിയൊരു ടി വി മേടിച്ചു. അപ്പോൾ സ്ക്രീൻ വെച്ച് കാണുന്നതൊക്കെ നല്ല കഴിയുമ്പോൾ തന്നെ പ്രൊജക്ടറൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ സ്ക്രീൻ പ്രൊജക്ടറിൻ്റെ ഇതിനേക്കാളും കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഇതിന്, സ്ക്രീൻ അല്ല ടി വിക്ക്. പ്രൊജക്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ മുമ്പ് വെച്ച് നോക്കിയിട്ട് ക്ലാരിറ്റി ഒന്നും കിട്ടിയിരുന്നില്ല. ടി വി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ആയിരിക്കും. ചില പ്രൊജക്ടർ കിട്ടിയായിരിക്കും നല്ല പൈസയുള്ള കൊടുത്ത വലിയ പ്രൊജക്ടറോടൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടും. പക്ഷേ അപ്പോൾ അതിനൊക്കെ എത്ര പൈസ മുടക്കണ്ട. ടി വി ആകുമ്പോൾ വേറൊരു കാര്യം, നമുക്ക് സർവീസ് കിട്ടും. അതുപോലെ തന്നെ വാറൻറ്റിയൊക്കെ ഉണ്ട്. പ്രൊജക്ടിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടാവുമോ എന്നൊക്കെ സംശയമാണ്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ പ്രൊജക്ടർ വെച്ചാൽ കുറച്ചുകൂടി വലിയ പിക്ചറൊക്കെ കിട്ടുമായിരിക്കും, നല്ല ഇത് കിട്ടുമായിരിക്കും. അത് കുഴപ്പമില്ല, നമ്മുടെ ആളിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു പിക്ചർ. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം എൻ്റെ ഹാള് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹാളല്ല, ഒരു 55 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീന് ഞാൻ മേടിച്ചു. അത് കുഴപ്പമില്ല, അത് മതി. അപ്പോൾ ഇപ്പോൾ അടിപൊളിയാണ്. അങ്ങനെയാണ്. പിന്നെ മുമ്പ് ഞാൻ അതിന് പകരം ആദ്യം എൻ്റെ റൂമിലുണ്ടായിരുന്നത് ചെറിയൊരു ടി വി ആയിരുന്നു, 32 ഇഞ്ചിൻ്റെ ടി വി. പിന്നെ അതുപോലെ തന്നെ 4.1 ഹോം തിയേറ്റർ ആയിരുന്നു. പക്ഷേ അത് അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ സൗണ്ടിനോടൊക്കെ ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ ഇത്തിരി വലുതാക്കി സ്ക്രീൻ വലിയ പിക്ചറൊക്കെ കാണണം എന്നൊരു തിയേറ്റർ ഒരു എഫക്റ്റ് നല്ല എൻ്റെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ സൗണ്ട് ആദ്യത്തെ ഒരു ഇത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി AC മേടിച്ചു. AC ഇല്ലാണ്ട് എന്ത് തിയേറ്റർ. അപ്പോൾ AC ഇപ്പോൾ നമ്മൾ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല, കാരണം വെച്ചാൽ AC കൂടി ആയാലാണ് ഒരു തിയേറ്റർ എഫക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് ഒരു ഓഫർ കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചാണത്. അങ്ങനെ
ഞാൻ ആദ്യം അത് ചെയ്തത്. അത് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടു നോക്കി. അപ്പോൾ കുഴപ്പമില്ല, ഒരു ഇത്തിരി തണമൊക്കെ കൊട്ടി നമ്മൾ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തതെന്നറിയാം, ടി വി മാറ്റി, 32-ഇഞ്ചിൻ്റെ സ്ക്രീൻ മാറ്റി. ആ സ്ക്രീൻ മാറ്റിയിട്ട് TV ഒരു 55-ഇഞ്ചിൻ്റെ സ്ക്രീൻ മേടിച്ചു. അത് നമ്മൾ എവിടെ നിന്ന് മേടിച്ചതെന്ന് വെച്ചാൽ വേണൂസ്, ഞങ്ങളടുത്ത് തൃപ്പയാറും സ്ഥലമുണ്ട്, അവിടെ നിന്ന് മേടിച്ചത്. വേണൂസിൻ്റെ ഷോറൂമുകൾ ഇപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽ തൃശ്ശൂർ, പാലക്കാടൊക്കെ ഉണ്ടെന്നുണ്ട്, മറ്റു ജില്ലകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല സർവീസാണ്, കുഴപ്പമില്ല, നല്ല പെരുമാറ്റമാണ്. അപ്പോൾ അതിന് വില വന്നത് 38,500 ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ടുണ്ട്. പിന്നെ നമ്മൾ സൗണ്ട് സിസ്റ്റം മാറ്റി. സൗണ്ട് സിസ്റ്റം നമ്മൾ തൃശ്ശൂർ ഒരു ലക്ഷ്മി ഇലക്ട്രോണിക്സ് സെൻ്റർ കടയുണ്ട്, അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് നോക്കി മേടിച്ചാണ്. യൂട്യൂബിൽ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഈ ഇലക്ട്രോണിക്സിൻ്റെ. നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ തൃശ്ശൂരിൻ്റെയൊക്കെ ആളുടെ കടയൊക്കെ കാണാം. അപ്പോൾ ആ ചേട്ടൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഡേവിസ് ചേട്ടൻ എന്നാണ് തോന്നുന്നത്. നല്ല ആളാണ്. പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ നാട്ടുകാരൻ തന്നെയാണ്. അതായത് ഞങ്ങൾ തൃശ്ശൂർ കാട്ടൂർ എന്ന സ്ഥലത്തെ ആളാണ് മൂപ്പര വീട്. അപ്പോൾ ആ ചേട്ടൻ നല്ല പെരുമാറ്റമായിരുന്നു, കാര്യങ്ങളൊക്കെ നന്നായി പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് രണ്ടാമത്തെ ഹട്ടായിട്ട് ആംപ്ലിഫയർ, മൂന്നാമത്തെ ഹട്ടായിട്ട് ആംപ്ലിഫയർ മേടിച്ചു. അപ്പോൾ സൗണ്ട് ഒന്ന് ക്ലിയറാക്കി. അപ്പോൾ അതിന് വന്നത് അതിൻ്റെ വില എന്താ പറയുന്നത് 27 ഉറുപ്പ്യ കണ്ടായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 27-ന് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിന് ഒരു 17 ഉറുപ്പ്യ, പിന്നെ സബ്, പിന്നെന്താണ് 4 സ്പീക്കർ, ഇതൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ അത് ഓക്കെ, ഇപ്പോൾ അടിപൊളി സൗണ്ടാണ്, കുഴപ്പമില്ല. അപ്പോൾ ഡേവിസ് ചേട്ടനൊക്കെ നന്ദിയുണ്ട്. പിന്നെ മൂപ്പരൊക്കെ വിളിച്ചിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ അടിപൊളിയാണ്, നല്ല സൗണ്ടാണ്. പിന്നെ അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്തിട്ട് പറയാമെന്ന് വെച്ചാൽ അപ്പോൾ അതാണ്. അപ്പോൾ ഹാളിൻ്റെ പിന്നെ നമ്മൾക്ക് എന്താ വെച്ചിട്ടുണ്ടല്ലോ, അതായത് തിയേറ്ററിൽ വേറെ നമുക്ക് വേണമെങ്കിൽ നല്ലതുപോലെ സെറ്റ് ചെയ്യാം. പക്ഷേ അതിനനുസരിച്ച് നമുക്കിവിടെ റൂമും കാര്യങ്ങളൊന്നും ഇല്ല. ബെഡ്റൂമിലൊക്കെ വലിയ സ്ക്രീനൊക്കെ, വേറെ സ്ക്രീനൊക്കെ ഇവിടെ പ്രൊജക്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എയിം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ഹാള് തന്നെ തിരഞ്ഞെടുത്തു. പിന്നെ നമ്മളതിന് വേണ്ടി അഡീഷണലായിട്ട് റൂമൊക്കെ പണിയുന്നത്, നല്ലൊരു തിയേറ്റർ, ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാനൊക്കെ ഇതൊരു ബഡ്ജറ്റാണ് ചെയ്തത്, കാശുണ്ടായിട്ടൊന്നുമല്ല. തിരിച്ച് ഓരോ ഭാഗങ്ങൾ തിരിച്ച് മേടിച്ചാണ് എൻ്റെ സ്വപ്നം ഞാൻ ആക്കിയത്. തിയേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും നന്നാക്കാൻ നോക്കും കുറച്ചും കൂടി. ഇപ്പോൾ ഇതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നും ഇതിനാണ് വലിയ സ്ക്രീൻ മേടിക്കാൻ തോന്നുന്നു, 65 ഇഞ്ചിൻ്റെ സ്ക്രീൻ. അപ്പോൾ നമുക്ക് അപ്പോൾ അങ്ങനത്തെ നമ്മുടെ കുറേ വട്ടം നമുക്ക് ഇമ്പ്രൂവ് ആവാൻ തോന്നും. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ പിന്നീട് നമ്മളെ സാമ്പത്തിക സ്ഥിതി പോലെ നമ്മൾ മാറ്റും. പിന്നെ സെപ്പറേറ്റ് ഭാവിയിൽ റൂമൊക്കെ വേണം, ശരിക്കും ഒരു തിയേറ്ററിൻ്റെ ആക്കിയെടുക്കണമെന്നാണ് ആഗ്രഹം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ റൂം ഇതൊക്കെ ഉണ്ടാവാൻ നിങ്ങളെ പ്രാർത്ഥന വേണം. കാരണം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു രസം തന്നെയാണ്. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ സിനിമ വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അതിൻ്റെ കഥ മാത്രം ശ്രദ്ധിക്കുള്ളൂ. സിനിമ കണ്ട് ഇപ്പോൾ ചെറിയ TV ആയാലും അതിലാ കാഴ്ച കണ്ട് പോവും. പക്ഷേ അത് വേറൊന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് കണ്ടാൽ മതി, അത് കേട്ടാൽ മതി. പക്ഷെ ഞാനങ്ങനെയല്ല, സിനിമ കാണുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ അതിൻ്റെ സൗണ്ട് എഫക്റ്റുകൾ, ഇടയ്ക്കിടയ്ക്ക് സറൗണ്ട്, അതുപോലെ പിക്ചർ ക്ലാരിറ്റി. അങ്ങനെ ഇപ്പോൾ 4K പിക്ചറൊക്കെ ഉണ്ട്, നല്ല രസമുള്ള കാണാം. അത് കണ്ട് അതൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൽ ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പണ്ട് നമ്മൾ ഇപ്പോൾ എന്താണ്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ കാർബോർഡ് ഒക്കെ വെച്ചിട്ട്, ബൾബൊക്കെ വെച്ചിട്ട്, ഫിലിമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ സിനിമ കാണിച്ച്, സിനിമയുടെ ഒരു ഇഷ്ടമുള്ള കാണിച്ചിട്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ. പിന്നെന്താണ്, തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രൊജക്ടർ റൂമിലേക്കൊക്കെ നോക്കും, ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കും, സ്ക്രീനിലേക്ക് നോക്കും, ഇത് എങ്ങനെയാണ് പടം വരിക, അതൊക്കെ എൻ്റെ ഒരു ഇതായിരുന്നു. പിന്നെന്താണ്, പ്രൊജക്ടർ റൂം ഇതുവരെ കണ്ടിട്ടില്ല തിയേറ്ററിൻ്റെ. അത് പരിചയക്കാരൊരാളും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണുന്നതൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ തിയേറ്റർ, എൻ്റെ ഓർമ്മകളും വിശേഷങ്ങളും. ഓക്കെ,
അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ പുറത്താണ് നിൽക്കുന്നത്. കാരണം ഉള്ളിൽ നിന്നിട്ട് ലൈറ്റ് അടിച്ചിട്ട് ക്യാമറ ക്ലിയർ അല്ല ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഹാളിലേക്ക് എല്ലാം ഹാളിൽ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ തിയേറ്ററാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ആളുടെ ഒരു ഇത് പോവും. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഹാളിലാണ് നമ്മൾ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടി വി എന്ന് പറയുമ്പോൾ ഇമ്പക്സിൻ്റെ ടി വി. നല്ല ടി വിയാണ് കേട്ടോ, അടിപൊളി ടി വിയാണ്, കുഴപ്പമില്ല, നല്ല പിക്ചർ ക്ലാരിറ്റിയാണ്, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ പിക്ചർ. അതുപോലെ വലിയ വിലയൊന്നുമില്ല എന്നുവെച്ചാൽ വലിയ വില എന്ന് വെച്ചാൽ വിലയൊക്കെ ഉണ്ട് 38,500. അപ്പോൾ 55 സ്ക്രീനിൽ കുറച്ച് കുറവുള്ള വില ഇപ്പോൾ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റിയത് ഇതായിരുന്നു. അപ്പോൾ അതാണ് ഇമ്പക്സ്. 4 വർഷം വാറണ്ടി ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ വർഷം 4 വർഷം വാറണ്ടി ഉള്ളത് ഇപ്പോൾ ഈ ഇമ്പക്സ് മാത്രമുള്ളതുകൊണ്ട് അന്ന് ഞാൻ പോയി പറഞ്ഞത് കേട്ടറിവ്. ബാക്കിയൊക്കെ 2 വർഷമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന് 4 വർഷമുണ്ട്. അപ്പോൾ ഇമ്പക്സ് ടി വി 55 സ്ക്രീൻ കണ്ടില്ലേ. പിന്നെ അടുത്തത് ഇതേ നമ്മുടെ ആംപ്ലിഫയർ കണ്ട ഭംഗിയില്ലേ, നല്ല വെള്ള ഷെയ്ഡൊക്കെ ചെയ്തിട്ട് ആംപ്ലിഫയർ JBL നിന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ JBL അല്ല, അസംബിൾ ചെയ്താണ്. പക്ഷേ JBLോണ്ട് കട്ടപിടിക്കുന്ന അടിപൊളി സാധനമാണ്, കുഴപ്പമില്ല. ആംപ്ലിഫയർ, അപ്പോൾ അതാണ് ആംപ്ലിഫയറിൻ്റെ കൂടെ നമ്മുടെ സബ് ഉണ്ടല്ലേ, കിടിലൻ ഇടി വരുന്ന സാധനം. അപ്പോൾ ഇതാണ് സബ് ഉണ്ടല്ലേ. അത് എന്നിട്ടാണ് ഇതിൻ്റെ എന്നറിയാം സബ് വരുന്നത് പറഞ്ഞല്ല JBLൻ്റെ ആണ് എന്നാണ് പറഞ്ഞത്. JBLന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ JBLൻ്റെ സബ്ബാണ്, കുഴപ്പമില്ല. JBL തന്നെയാണ് നമുക്ക് കിട്ടിക്കുന്നത്. നല്ല എഫക്റ്റ് ഉണ്ട്, നല്ല ഗുമ്മൊക്കെ ഉണ്ട്. അപ്പോൾ അത് JBL തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ സൈഡ് സ്പീക്കർ കണ്ട, ഒന്ന് ഇത് കണ്ട, ഇവിടെ സ്പീക്കറോട് കണ്ട. അപ്പോൾ അതിനിടയിൽ കണ്ടില്ലേ നമ്മുടെ ഫാമിലി ഫോട്ടോകളൊക്കെ ഉണ്ട് ഇവിടെ. അത് എന്ന് വെച്ചാൽ ഹാളായതുകൊണ്ട് അങ്ങനെ വെച്ചാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മമ്മൂട്ടിൻ്റെ, മോഹൻലാലിൻ്റെ, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ, അല്ലാതെ അല്ലു അർജുൻ്റെ, ആരെ വേണമെങ്കിൽ പടം അവിടെ വയ്ക്കാം, ഒരു തിയേറ്റർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെച്ചത് ഇപ്പോൾ നമ്മുടെ നിഖിലാവിമിൽ എനിക്ക് നടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരാളാണ്. മുപ്പര പടം ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത്. അത് വെച്ചാൽ അന്നത് അവിടെ വെച്ച് പോയി, അതെടുത്തിന് ഉള്ളിലേക്ക് വെക്കണം. അത് ഉള്ളിൽ വയ്ക്കുന്നില്ല, അതിലത്തെ ഒരു പടം ഇനി വരണം, സെറ്റ് ചെയ്യണം. അടുത്തത് നമ്മൾ പൃഥ്വിരാജിനെയാണ് ഇവിടെ കൊണ്ടുവരാൻ പോണത്. പിന്നെ മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ് മോഹൻലാൽ. ഇവർ രണ്ട് വെച്ചില്ലെങ്കിൽ പിന്നെ എന്ത് തിയേറ്റർ, മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ അല്ലേ. അപ്പോൾ അവരെ വയ്ക്കണം. പിന്നീട് ഇവിടെ തമിഴിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ. അപ്പോൾ ഇവിടെ ഇരിക്കട്ടാ, ഈ രണ്ടാമത്തെ സ്പീക്കർ കണ്ട, ഇതിൻ്റെയൊക്കെ സ്പീക്കറൊക്കെ വലിയ വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം വലിപ്പമുണ്ട്. സൈഡ് സ്പീക്കറുകളൊക്കെ ഇത് കണ്ട വുഡിൻ്റെ കളറാണ് വെച്ച് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ വുഡിൻ്റെ കളർ വന്നിരിക്കുന്നത്. അങ്ങനെ അതെ നമ്മുടെ AC ലോയിഡിൻ്റെ, അതായത് അത് 1.5 ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആളിപ്പോൾ ഇത്തിരി ആള് ചെറുതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തെ വീട് അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തായിരുന്നേ, അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ബാതിലൊക്കെ മാറ്റി അപ്പുറത്തെ റൂമിൽ കണക്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ അടച്ചിട്ടുണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എന്താണ്, അത് 1.5ൻ്റെ AC മേടിക്കേണ്ടി വന്നു. കാരണം അങ്ങോട്ടും കൂടി ഇത് വ്യാപ്തി കൂടുതലുണ്ട് 1.5. ഇപ്പോൾ ഇതിൻ്റെ ശരിക്കും ആളുടെ 1 മതി. അപ്പോൾ അങ്ങനത്തെ ഒരു AC മേടിച്ചു 1.5ൻ്റെ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 35,000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ TVയുടെ വിലയും പറഞ്ഞിട്ടുണ്ട്, ആംപ്ലിഫയറിൻ്റെ വിലയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ പിന്നെ ഇതാണ് നമ്മുടെ ബാക്കിൽ 2 സ്പീക്കറുകളുണ്ട്. ഇത് ഇവിടെ 2 സ്പീക്കർ. അപ്പോൾ അതും അതേ വലിപ്പം തന്നെയാണ്. പിന്നെ ഈ 2 ചെറിയ കുഞ്ഞ സ്പീക്കറുകളൊക്കെ നമ്മൾ പഴയ ഹോം തിയേറ്ററിൻ്റെ കേട്ടോ. ഇതിന് മുമ്പത്തെയാണ്. അതൊക്കെ നമ്മൾ ഊരിയിട്ടില്ല, അത് ഭംഗിക്ക് വെറുതെ അവിടെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ കേട്ടോ ഇതുപോലെ പൈപ്പ് അടിച്ച് പോയിട്ട് നമ്മൾ
ചെയ്തിട്ടുണ്ട്. പൈപ്പ് അടിച്ചിട്ട് പോവാന്ന് വെച്ചാൽ ആദ്യം വയറ് വലിച്ചിട്ടൊക്കെ ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കി വന്നപ്പോൾ കുറച്ചും വൃത്തിയായി. അപ്പോൾ അങ്ങനെ ചെയ്യണം നമ്മൾ. ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഇപ്പോൾ ഓരോ ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഘട്ടമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ പൈസ പറയുക, ആദ്യം TV മേടിക്കുക, പിന്നെ ആംപ്ലിഫയർ മേടിക്കുക, അങ്ങനെ ഓരോന്ന് മേടിച്ച് കൊണ്ടുവരാം. അവസാനം പൈസ മേടിച്ചാൽ മതി. ഒരു കുഴപ്പമൊന്നുമില്ല. പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണാം. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് AC മേടിക്കാം. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഹോം തിയേറ്റർ ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങളിപ്പോൾ പൈസയ്ക്ക് കുറവാണെങ്കിൽ, നിങ്ങൾക്കത് ഇങ്ങനത്തെ എന്നെപ്പോലും സിനിമ പ്രാന്തനാണെങ്കിൽ, തിയേറ്റർ പ്രാന്തനാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. അതായത് സ്ക്രീന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ TV 55 ഇഞ്ചാണ്. അതിന് ഇപ്പോൾ അത് പൈസ കുറവാണെങ്കിൽ നിങ്ങൾ 42, 43 ഇഞ്ച് സ്ക്രീൻ മേടിക്കുക. 32 മേടിക്കരുത്, അത് വല്ലാണ്ട് ചെറുതായി പോകും. ആ സ്ക്രീൻ മേടിക്കുക. പിന്നെ ആംപ്ലിഫയർ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മൊത്തം 27 പറഞ്ഞത്, എല്ലാടൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ആംപ്ലിഫയർ 17 റുപ്യാണ്. മൊത്തം ഇത് ആംപ്ലിഫയർ സെറ്റ് ഞാൻ പറഞ്ഞു 27 റുപ്യാണ്. അതിൽ ആംപ്ലിഫയർ 17 റുപ്യാണ് എൻ്റെ അറിവ്. അതിൻ്റെ ഒരു കുറച്ചും കൂടി കുറവുള്ള മേടിക്കുക. എന്നാലും കുഴപ്പമില്ല. അതൊക്കെ എനിക്ക് അവിടെ ചേട്ടൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ സൗണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ എനിക്ക് കുറച്ചും കൂടിയും ഇതിനോട് ഇതുള്ളതുകൊണ്ട് ഇത്തിരി വലുത് മേടിച്ചെന്നുള്ളൂ. അപ്പോൾ അത് മേടിക്കുക. പിന്നീട് നമ്മുടെ സെൻറ്റർ സ്പീക്കർ കണ്ടില്ലേ, ഇത് പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് വേറെ വെച്ചിട്ടുള്ള മൈക്ക്, അത് പാടാൻ വേണ്ടി ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളതാണ് കേട്ടോ. സെൻറ്റർ സ്പീക്കർ ഉണ്ട്, നല്ല വലിപ്പമായിട്ട് ഇത്ര നല്ല നീട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ. പിന്നെന്തൊരാണ്, അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ആംപ്ലിഫയർ നമ്മൾ അപ്പുറം മേടിക്കാം. അങ്ങനെ ചിലവ് കുറയ്ക്കാം. അവിടെ കുക്കറിൻ്റെ അടി വരുന്നുണ്ട് തീ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി ചോറിനാറായി. അപ്പോൾ കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കൂട്ടാനാവണോ, അപ്പോൾ അതിൻ്റെ കരുതാണ് ഇതുകൊണ്ടിട്ട് അപ്പോൾ അങ്ങനെ. അപ്പോൾ AC ഇടയിൽ AC അപ്പോൾ പിന്നീട് AC മേടിക്കുക. AC ഇപ്പോൾ 1 മേടിച്ചാൽ മതി. 1 ടൺ ഇപ്പോൾ ചെറിയ റൂം അനുസരിച്ച് മേടിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല, വേണ്ടതുണ്ട് അങ്ങനെ മേടിച്ചാണ്. പിന്നെന്താണ് ഇത് ഇങ്ങനെ കാണിച്ചെന്നാൽ പറഞ്ഞല്ലോ, നമുക്ക് സിനിമ കാണണ്ടേ. ഓക്കെ, അപ്പം നമുക്കിനി സിനിമ കാണാം കേട്ടോ. വെക്കട്ടെ. TV ഓണാക്കിയിട്ട് കേട്ടോ. TV ഓണാക്കിയപ്പോൾ കണ്ടത് എൻ്റെ യൂട്യൂബിൽ ഞാൻ എടുത്ത വീഡിയോൻ്റെ കഴിഞ്ഞ കോളീസിൻ്റെ വീഡിയോ. അത് നിങ്ങൾ കണ്ടില്ലേ? ആരും കണ്ടില്ലല്ലോ. 10-15 വരെ കണ്ടിട്ടുള്ളൂ. എന്ത് കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ വിശേഷങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ ഒരാളൊന്നും ചോദിച്ചില്ല, ഒരഭിപ്രായം ഉണ്ടായിട്ടില്ല, അത് റെസ്പോൺസും ഇല്ല. അപ്പോൾ ഓക്കെ, ഈ വലിയ ചാനൽ കാണാണ്ട് ഞങ്ങളുടെ കുഞ്ഞ് ചാനലുകളൊക്കെ കാണാണ്ട് നല്ല വലിയ ചാനലുകൾ കാണുന്നതോടൊപ്പം നമ്മുടെ ചെറിയ ചാനലൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ വെറൈറ്റി വീഡിയോകളൊക്കെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇത് എൻ്റെ പടം മറ്റ് അത് കഴിഞ്ഞിട്ട് അതെ നമുക്ക് ഫ്രെയിം എടുക്കാം. ഞാൻ സിനിമ പ്രാന്തനായോണ്ടേ കുറേ OTT എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ അറിഞ്ഞൂടെ? ഇപ്പോൾ എനിക്ക് ആദ്യം ഇത് അറിയാണ്ടല്ലോ ഈ OTT എന്താണെന്നൊക്കെ. അപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ സെറ്റാക്കിയത് നമ്മുടെ ഭാര്യയാണ്. കമ്പ്യൂട്ടറിനുള്ള അവൾക്ക് കമ്പ്യൂട്ടറിൻ്റെ വർക്ക് അറിയണോണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം, മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി തന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എടുക്കാൻ അറിയാത്ത OTT എടുക്കാതെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെയാ. അപ്പോൾ ഫ്രെയിമുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് അറിയാം. ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഫ്രെയിം ഞങ്ങൾ സ്ഥിരമാണ് ഞങ്ങൾ. അത് ഒരു കൊല്ലത്തിന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഡിസ്നി. ഇപ്പോൾ ഡിസ്നി അല്ല, മാറിയല്ലോ, ആട് ജിയോ എടുക്കാരെടുത്തല്ല. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഞങ്ങൾ നമ്മുടെ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് ഞങ്ങൾ എക്സ്ട്രാ സോണി ലൈവ്, പിന്നെന്തുട്ടാ C5, പിന്നെ നെറ്റ്ഫ്ലിക്സ് എടുക്കാറുണ്ട്. അത് ഇടയ്ക്ക് എടുക്കാറുള്ളൂ. അത് നമ്മളിപ്പോൾ ഇടയ്ക്ക് ഒരു മാസം പിക്ചർ അതിൽ സിനിമ ഒരു മാസമൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ച് നാളിട്ട് പിന്നെ എടുക്കും. അപ്പോൾ വീണ്ടും പടങ്ങൾ വരുമ്പോൾ വീണ്ടും എടുക്കും. അങ്ങനെ മാസം എടുക്കുക. മറ്റേത് ഈ പ്രൈമും ഇതും രണ്ടും ഒരു കൊല്ലത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. അത് മെയിനായിട്ട് എടുത്തതാണ്. കാരണം വെച്ചാൽ അതങ്ങനെ എടുത്തു പോയാണ്. അങ്ങനെ എടുക്കട്ടെ എന്ന് വെച്ചിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പോലെ ചെയ്യാം. മാസം എടുത്ത് വരെ നിങ്ങൾക്ക് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നിട്ട് സോണി ലൈവ് C5 ആണ് ഇപ്പം ബാക്കി ആർക്കും എടുക്കുന്നുണ്ട്. രണ്ടും സൺനെക്സ്റ്റ് ഉണ്ടായിരുന്നു, അത് കട്ടാക്കി, കുഴപ്പമുണ്ടാകുന്നില്ല. അങ്ങനെയാണ് ഈ 2 ചാനൽ. പിന്നെ പ്രൈമിൽ മനോരമ മാക്സ് ഉണ്ട് കേട്ടോ. അതും മനോരമ മാക്സ് ഇൻക്ലൂഡറാണ്. ഇൻക്ലൂഡർ കണ്ടിട്ട് കാര്യമില്ല, അതിൽ കൂടി വരുന്നുള്ളൂ. മനോരമ മാക്സിന് നമ്മൾ വേറെ പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ C5 വേണ്ടില്ല. C5 എടുത്തിട്ട് C5ൽ എന്താണ് ഇപ്പം നല്ല പടങ്ങൾ വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. C5 ആദ്യം പിക്ചറൊക്കെ ഒരു ഇതായിരുന്നു, ഇപ്പോൾ അവരൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ എംബ്ലൊക്കെ മാറ്റി C5 അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ സോണി ലൈവ് നമ്മളെ ഇവിടെ ചാനലാണ്, കുഴപ്പമില്ല. അവർ അടയ്ക്കരുത്. ഇപ്പോൾ മിറാജ് എന്നുണ്ട്, അങ്ങനെ പടമൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല പടം ഇന്നലെ കണ്ടു. പിന്നെ നല്ല മാസ് പടങ്ങളാണ് സോണി ലൈവിൽ വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോണി ലൈവുകാർ അവരിങ്ങനെ മാസിൽ 1-2 പടമൊക്കെ എടുക്കുള്ളതുകൊണ്ട് ഒക്കെ പടങ്ങളാണ് അവർ എടുക്കുന്നത്. ബാക്കിയുള്ളവരും ഇല്ലെന്നല്ല. ഇപ്പോൾ C5 കുഴപ്പമില്ല, C5 കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കാര്യം നടക്കാൻ. ഇപ്പോൾ വീഡിയോ നീണ്ടു പോവും. ഓക്കെ, സ്കിപ്പ് ചെയ്ത് പോകണ്ട. നമ്മളെ സിനിമ വെച്ചേട്ടാ. പ്രൈമിൽ എടുത്തിട്ടേ നമ്മുടെ രാജുവേട്ടനല്ല, എൻ്റെ പ്രായമാണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ കടുവ വെച്ച് നോക്കട്ടോ. ഇത്തിരി സമയം എടുക്കും ഇത് വരാൻ. ഇത്തിരി വിപിൻ കൊല്ലാറ. പൃഥ്വിരാജിൻ്റെ കടുവ വയ്ക്കാൻ കാരണം വെച്ചിട്ടുണ്ടല്ലോ, കടുവ നല്ല സൗണ്ട് എഫക്റ്റുള്ള പടമാണ്. അപ്പോൾ നമുക്ക് കടുവ വെച്ച് നോക്കാം. നല്ല BGM ഒക്കെയാണ് എൻ്റെ, അത് വെച്ചൊന്ന് കേൾക്കാം. നമുക്ക് കടുവ അടിച്ചു നോക്കട്ടെ. അവിടെ പോയി കടുവ. ഓക്കെ, കടുവ വന്ന് കിടക്കണം മുതൽ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കൊള്ളടാ, ഗുഡ് ഷോട്ട്. നിന്റെ ഓഫർ തീർന്നു. ഇനി നിനക്ക് വേണേ അതുകൊണ്ട് അവിടെ പോയി നിന്ന് കളി കാണാം. ചെല്ലടാ. തല്ലി കൊല്ലണോ നാളികളെ. पड़ी चल वो ओड़. അപ്പോൾ എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? എവിടെ പൊളിക്കുന്നില്ലേ? പൊളിച്ചിട്ടൊന്നുമില്ല, എനിക്കറിയാം. കാരണം വെച്ചാൽ മൊബൈൽ കാണിച്ചു തന്ന രസം ഉണ്ടാവില്ല. അതങ്ങനെയാണ്. അപ്പം എൻ്റെ സൗണ്ടൊന്നും കിട്ടില്ല. ശരിക്കും നിങ്ങളത് നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ വേണം ഇതാവാൻ. എന്നാലും നിങ്ങൾ ഇപ്പം ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഹോം തിയേറ്റർ മേടിച്ചിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ ഇതിൽ
വേറെ 1-2 പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ പടങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ആൻ്റണി, ജോർജ് ജോർജിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണാറുള്ളത്. കിടിലനാണ് സൗണ്ട്. പിന്നെയുണ്ട് നമ്മൾ കുറേ ഫേമസ് പടങ്ങളൊക്കെ ഉണ്ട്, കാന്താര, അങ്ങനത്തെ ഇൻ്റർനാഷണൽ പടങ്ങളൊക്കെ ഉണ്ട്, വേറെ പടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണും. പക്ഷേ ഞാനിപ്പോൾ ഇതിനോടൊപ്പം ഒരു പടം ഒക്കെ വെച്ച് തരുന്നുണ്ടായിരുന്നു, ആൻ്റണി. അതൊക്കെ നല്ല സൗണ്ട് എഫക്റ്റുള്ള പടമായിരുന്നു, മലയാളത്തിൽ ഇട്ടാൽ. നമ്മുടെ ജോജു ചേട്ടൻ്റെ പടം. ജോജു ചേട്ടൻ എനിക്കിഷ്ടമാണ്. ആ പടത്തോടുകൂടി നല്ല രസം, നല്ല ചുള്ളനാണ് അയാളതിൽ. അപ്പോൾ ജോജു ചേട്ടൻ. പിന്നെ പണിയൊക്കെ നല്ല പടമായിരുന്നു ആൾ ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ച് തരുന്നതായിരുന്നു. പിന്നെ നിങ്ങൾക്ക് സൗണ്ട് എഫക്റ്റ് ഇത് കിട്ടില്ല, കണ്ടാൽ പിന്നെ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പടങ്ങൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എന്തുട്ടില്ല, കുറേ നേരം ആയില്ലേ, ഇനി എന്തിട്ട് കാണിച്ചു തരുന്നത്, സ്കിപ്പ് ചെയ്ത് പോയാൽ ആർക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തിട്ടാണ്, അപ്പോൾ എന്തിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യുക. പിന്നെ എന്തിട്ട് ബെല്ലടിച്ച് പൊട്ടിക്കുക, തെറിപ്പിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വെറൈറ്റി വീഡിയോകളാണ് വരാൻ പോണത്. അതിൽ ഉറപ്പാണ് വ്യത്യസ്തമായ വീഡിയോകളാണ് ഇനി വരാൻ പോണത്. അത് നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ശിവസ്മിൻ ചാനൽ നിലനിന്ന് പോകണമെങ്കിൽ ഇതൊക്കെ ചെയ്യുക. ഓക്കെ, ശരി കേട്ടോ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.